അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക സ്വാദുമുഖങ്ങൾക്കൊക്കെ ചെറിയ പ്രശ്നം വരും, ചെറിയ തട്ടുകേട് വരും, എല്ലാം കഴിക്കാൻ തോന്നില്ല. പക്ഷെ നമ്മളെപ്പോഴും ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഞ്ഞിയാണ്. കഞ്ഞിയിൽ എന്താണുള്ളത്? കാർബോഹൈഡ്രേറ്റ്, അന്നജം, ഗ്ലൂക്കോസ് തന്മാത്രകൾ മാത്രം. എന്നാൽ അസുഖം വരുമ്പോൾ രോഗാണുക്കൾക്കെതിരെ പോരാടണമെങ്കിൽ ശരീരത്തിന് പ്രതിദ്രവ്യം അഥവാ ആന്റിബോഡീസ്, മറുമാംസ്യ തന്മാത്രകൾ ഉൽപ്പാദിപ്പിച്ചേ മതിയാകും. കഞ്ഞിയിൽ എവിടെയാണ് മറുമാംസ്യ തന്മാത്രകൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ പ്രോട്ടീൻ? ഇല്ല. എന്നാൽ അതിലൊരു ഇത്തിരി പയറിട്ട് കൊടുക്കൂ, പയറും കഞ്ഞിയായിട്ട് കഴിക്കും. അല്ലെങ്കിൽ ഒരു മുട്ട ചിക്കി അതിനകത്ത് ഇത്തിരി ഇട്ട് കൊടുക്കും. മുട്ട ദഹിക്കില്ല. ആസിഡുകളുടെ തീവ്രത അളക്കുന്നത് pH ഉപയോഗിച്ചിട്ടാണ്. മനുഷ്യന്റെ ദഹനരസത്തിന്റെ pH എന്ന് പറയുന്നത് 1.5 തൊട്ട് 2.5 വരെയാണ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആസിഡാണ് അത്. ആ സാധനത്തിന് നമ്മൾ കൊഞ്ഞനം കാണിക്കുക, എന്നിട്ട് പറയണേ മുട്ട ദഹിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ അസുഖത്തിന് അല്ലെങ്കിൽ ഈ അസുഖം വരുമ്പോൾ അതിനെതിരെ പോരാടാൻ ആവശ്യമായ ആന്റിബോഡികൾ എങ്ങനെ ഉണ്ടാകും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടിയില്ല. ശരീരം സ്ട്രഗിൾ ചെയ്യും. ഇതാണ് പലപ്പോഴും മരണത്തിലേക്ക് നയിക്കുന്നത്. അണ്ടർ 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്കിൽ വലിയൊരു ഘടകം എന്ന് പറയുന്നത് എന്താണ്? ചികിത്സയുടെ അഭാവത്തോടൊപ്പം സ്വന്തം ശരീരത്തിന് ഇതുപോലെയുള്ള ആന്റിബോഡികൾ ഉണ്ടാക്കാനുള്ള